ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കമ്പനിയിലെ തീപിടുത്തത്തിന്റെ പിന്നാലെ തന്നെ വളകാപ്പ് ചടങ്ങ് പൂർത്തിയാകുന്നതിന് മുമ്പ് സേതുമാധവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അർച്ചനയ്ക്ക് മുന്നിൽ അവന്തിക വിജയിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അകത്തേക്ക് കയറുന്ന അർച്ചന അവിടെ വെച്ചിരുന്ന പലഹാരങ്ങളും കുപ്പിവളകളും ഒക്കെ തന്നെ തട്ടിമറിച്ചിടുന്നതാണ്. എന്താ അർച്ചന ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അർച്ചന കരഞ്ഞുകൊണ്ട് പറയുകയാണ്, വേണ്ട സച്ചേട്ടാ, നമ്മുടെ കുഞ്ഞിന്റെ പേരിൽ ഇനി ഒരു ചടങ്ങും ഇവിടെ നടക്കാൻ പാടില്ല. അത്രയും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കമ്പനിയിൽ മരിച്ചവരുടെ കുടുംബക്കാരെല്ലാം തന്നെ നെല്ലിശ്ശേരിയിലേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കുന്നതാണ്. പോലീസുകാരെല്ലാം അവരെ നെല്ലിശ്ശേരിയുടെ ഉള്ളിലേക്ക് പോകാനാകാത്ത വിധം തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം സച്ചിയും അർച്ചനയും കമലയും കൂടി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നമുക്ക് സംസാരിക്കാമെന്ന് സച്ചി അവരോട് പറയുമ്പോൾ, തൊഴിലാളികളെല്ലാം ചത്തിട്ട് ഇനി എന്ത് സംസാരിക്കാനാടാ എന്ന് അവരുടെ നേതാവെന്ന് പറയുന്ന ഒരാള് സച്ചിയോട് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. തുടർന്ന് കുറെ പേര് അവർക്ക് നേരെ കല്ലെടുത്തെറിയുന്നതാണ് കാണിക്കുന്നത്. അതിലൊരു കല്ല് കൃത്യമായി അർച്ചന തലയിൽ തന്നെ വന്നു കൊള്ളുകയാണ്. തല പൊത്തിപ്പിടിച്ചുകൊണ്ട് കരയുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സേതുമാധവനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നതാണ്. ലോക്കപ്പിലിട്ടതിനു ശേഷം എല്ലാ ദേഷ്യം കൂടി SI സേതുമാധവൻ ഇടിക്കുന്നതാണ് കാണിക്കുന്നത്. തലങ്ങും വിലങ്ങും സേതുവിനെ തല്ലിച്ചതയ്ക്കുന്ന SI ആണ് കാണിക്കുന്നത്. അതേസമയം തന്നെ അർച്ചനയും സച്ചിയും വക്കീലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണെന്നും അതുകൊണ്ട് പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ലെന്നും വക്കീൽ പറയുന്നു. തുടർന്ന് സച്ചിയും അർച്ചനയും കൂടി സേതുവിനെ കാണാൻ പോകുന്നു. സേതുവിന്റെ അവസ്ഥ കണ്ട് ആകെ തകർന്നു നിൽക്കുന്ന സച്ചിയും അർച്ചനയുമാണ് കാണിക്കുന്നത്. ഞങ്ങള് വക്കീലിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നെന്ന് സച്ചി പറയുമ്പോൾ, നിങ്ങളൊന്നും ചെയ്യേണ്ടെന്നും എനിക്ക് ജാമ്യത്തിനുള്ള ഏർപ്പാടെല്ലാം തന്നെ അവന്തിക ചെയ്തിട്ടുണ്ടെന്നും സേതു അവരോട് പറയുകയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് സേതു സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ വിഷമത്തോടെ പൊട്ടിക്കരയുന്ന അർച്ചനയും വിഷമത്തോടെ നിൽക്കുന്ന സച്ചിയുമാണ് കാണിക്കുന്നത്. ഇതോടുകൂടി വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.